പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിണറായി വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടിയിൽ, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിലിന് 2023 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ദിനപത്രത്തിൽ വരികയുണ്ടായി. അതായത് 2023 22 എന്ന് എനിക്ക് കൃത്യ ഓർമ്മയില്ല. എന്തായാലും ശിവശങ്കരൻ, അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ 3 ദിവസം ചോദ്യം ചെയ്ത് അയാളെ ജയിലിലടയ്ക്കുന്ന ദിവസമാണ് പിണറായി വിജയൻ്റെ രണ്ടാമത്തെ മകൻ വിവേക് തായ്ക്കണ്ടിയിലിന് ED സമൻസ് അയച്ചത് എന്നുള്ളതിൻ്റെ രേഖകളാണ് മലയാള മനോരമ ദിനപത്രം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അത് ക്ലിഫ് ഹൗസിലാണ് ആ സമൻസ് എത്തിച്ചതെന്നും അതിൻ്റെ തുടർ നടപടികൾ എന്താണ് എന്നറിയില്ല എന്നും, സമൻസ് സ്വീകരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരായോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. അതിൻ്റെ തുടർ നടപടികളെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ രേഖകൾ മലയാള മനോരമ ദിനപത്രം ഈ കഴിഞ്ഞ ദിവസം വെളിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി, CPM-നെയും പ്രതിരോധത്തിലാക്കി. വലിയ വിശദീകരണങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഭാഗത്തുനിന്നോ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായില്ല. കാരണം സമൻസ് അയച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ മലയാള മനോരമ ദിനപത്രം പുറത്ത് കൊണ്ടുവന്നിരുന്നു. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ മാധ്യമങ്ങളിലൊക്കെ നടന്നു, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നടന്നു. ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിനിടയ്ക്കാണ് ED പിണറായി വിജയൻ്റെ മകന് ഈ സമൻസ് അയച്ചതെന്നും ഇത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി സമൻസ് അയച്ചത് എന്നുള്ള നിലയിലൊക്കെ ഉള്ള ചർച്ചകളാണ് നടന്നത്. അത് ദൃശ്യമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെയും പിണറായി വിജയൻ്റെ മകനെയും അതിൽ മൂന്നാം പ്രതിയായിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻകാരൻ അൽ ഷൗക്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം, ചോദ്യം ചെയ്യുന്നില്ല, അത് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് സംബന്ധിച്ച് EDക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിവരം ഉണ്ട്. അദ്ദേഹം കോടതിയെ സമീപിക്കുമെന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സമൻസ് അയച്ചു, പക്ഷേ അതിൻ്റെ തുടർ നടപടി എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ചർച്ച നടന്നത്. അപ്പോൾ അത് BJP-യും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയുടെ ഉദാഹരണങ്ങളായി ാണ് വിലയിരുത്തപ്പെട്ടത്. ഞാനും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് അത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തിയത്. എന്തായാലും ഈ സമൻസ് അയച്ചു, സമൻസ് കൈപ്പറ്റിയോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങളില്ല. അതിനുശേഷം ED എന്തെങ്കിലും തുടർ നടപടികൾ എടുത്തോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. അപ്പോൾ അതിനകത്തൊരു ഡെഡ് എൻഡിൽ ആ വിവരങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ 2-3 ദിവസം ചർച്ച കഴിയുമ്പോൾ അത് വീണ്ടും അന്തരീക്ഷത്തിൽ ആ വിഷയം വിലയം പ്രാപിക്കും എന്ന് എല്ലാവരും കരുതി നിൽക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന്, അത് ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നില്ല, CPM-ന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വന്നില്ല. അങ്ങനെയൊന്നും വരാതെ ആ വിഷയം ഏതാണ്ടങ്ങ് അവസാനിച്ചു പോകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഭാഗത്ത് നിന്ന്, അതായത് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം വരുന്നത്. സ്വാഭാവികമായും സാധാരണഗതിയിലും ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ഇതിനകത്ത് പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം സംസ്ഥാന പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഏറ്റവും വലിയ CPM-ന്റെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ CPM-ന്റെ കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ആളാണല്ലോ ദേശീയ ജനറൽ സെക്രട്ടറി. അപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ഈ കാര്യത്തിൽ അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും വരുമ്പോൾ ചാടിക്കടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുമല്ല MA ബേബി. ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് AK ബാലൻ അല്ലെങ്കിൽ MV ജയരാജൻ ഇതുപോലെയുള്ള ചില ഇടനില നേതാക്കന്മാരാണ് വന്ന് പിണറായിക്ക് അനുകൂലമായി പ്രതികരിക്കുക. ചില സമയത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ട്, അദ്ദേഹമൊക്കെ വന്ന് പ്രതികരിക്കാറുണ്ട്. പക്ഷേ അവരാരും ഒന്നും വരാത്ത സമയത്താണ് ശ്രീമൻ MA ബേബി പൊടുന്നനെ വന്ന് ഒരു പ്രതികരണം നടത്തിയത്. യഥാർത്ഥത്തിൽ ആ പ്രതികരണം അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും വളരെ സത്യസന്ധം വളരെ ഇന്നസെൻറ്റും ഒക്കെ ആണെന്ന് തോന്നാമെങ്കിലും ആ പ്രതികരണം ശരിക്കും പിണറായി വിജയനെ വലിയ തോതിൽ ദുർബലനാക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. പിണറായി വിജയനെ വലിയ തോതിൽ വെട്ടിലാക്കുകയാണ് ചെയ്തത്. എന്താണ് MA ബേബി പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം. ഇവിടെ എന്താണ് വിവേകിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്? ഒരു കെട്ടിച്ചമച്ച നോട്ടീസ് അയച്ചു നോക്കി, പക്ഷെ അനങ്ങുന്നില്ല. കാര്യം എന്താ? ആ നോട്ടീസ് തന്നെ അസംബന്ധ നോട്ടീസാണെന്ന് അവർക്ക് തന്നെ അംഗീകരിച്ചത് പിൻവലിക്കേണ്ടി വന്നു. ഇതല്ലേ നമ്മുടെ മുമ്പിൽ പച്ച പരമാർത്ഥമായിട്ടുള്ളത്.
അതുകൊണ്ട് ഇതിൽ യാതൊരു വസ്തുതയുമില്ല. ചില പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കുറച്ചു കാലം വൈകുന്നേരം ചർച്ച നടത്താൻ ഒരു വിഷയമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. അതിനപ്പുറം ഇതിനകത്ത് യാതൊരു കാര്യമില്ല. കേട്ടല്ലോ, ഇതാണ് എം എ ബേബി പറഞ്ഞത്. എന്താ എം എ ബേബി പറഞ്ഞതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ മകന് ED ഒരു സമൻസ് അയച്ചു. അത് വളരെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ. 2, ആ അയച്ച ED ആ സമൻസ് അയച്ച ED ആ സമൻസ് പിൻവലിച്ചു. അതും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത് പിൻവലിക്കാനുള്ള കാരണം അത് അസംബന്ധമായിരുന്നുവെന്നും അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇതാണ് ബേബിയുടെ നിരീക്ഷണത്തിൽ നമുക്ക് മൂന്നാമത് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ 3 കാര്യം: 1, അയച്ചു; 2, അതിൽ കഴമ്പില്ല എന്നു കണ്ട് അത് പിൻവലിച്ചു. അതുകൊണ്ട് നിങ്ങൾ 2 ദിവസമൊക്കെ ചർച്ച കഴിഞ്ഞ് ഇതങ്ങ് അവസാനിക്കും. ഇതാണ് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ബേബി നടത്തിയിട്ടുള്ള പ്രതികരണം. ഇത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒരിക്കലും കഴിയില്ല. കാരണം എന്താ? പത്രത്തിൽ മലയാള മനോരമയിൽ വന്ന വാർത്ത അനുസരിച്ച് സമൻസ് അയച്ചു. അത് ക്ലിഫ് ഹൗസിലാണ് അയച്ചത്. അത് സ്വീകരിച്ചോ, അതിനോട് പ്രതികരിച്ചോ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞോ ഇല്ലേ എന്നൊന്നും ആർക്കും ഒരു പിടി ഉണ്ടായിരുന്നില്ല. അയച്ചു എന്നുള്ളതും അത് ക്ലിഫ് ഹൗസിലേക്കാണ് പോയത് എന്നുള്ളത് വരെ ആൾക്ക് അറിയാമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ബേബി പറഞ്ഞിരിക്കുന്നത് എന്താ? അത് അയച്ചു എന്നുള്ളതിന് ബേബി സ്ഥിരീകരിച്ചു. അതിനകത്ത് കഴമ്പൊന്നുമില്ല എന്ന് ബേബി സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ അവർ പിൻവലിച്ചു എന്നും ബേബി സ്ഥിരീകരിച്ചു. ഇതൊന്നും ഇതുവരെ പുറത്തു വരാത്ത കാര്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? അയച്ചു എന്നുള്ള വിവരം ബേബിക്ക് കിട്ടി, അതിൽ കഴമ്പില്ല എന്നുള്ള വിവരം ബേബിക്ക് കിട്ടി, അത് പിൻവലിച്ചു എന്നുള്ള വിവരവും ബേബിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഇത് എവിടെ നിന്നാണ് ബേബിക്ക് ഈ വിവരം കിട്ടിയത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്നാണോ? അതോ BJP സർക്കാരിൽ നിന്നാണോ? എവിടെ നിന്നാണ് ബേബിക്ക് വിവരം കിട്ടിയത്? പിണറായി വിജയന് പോലും ഇല്ലാത്ത വിവരം ബേബിക്ക് എവിടെയാണ് കിട്ടിയത്? അപ്പോൾ ബേബി ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ വരുന്നു, വിഷയം വരുന്നു. 2, അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ട് ED സമൻസ് അയക്കുകയും അത് കഴമ്പില്ല എന്ന് കണ്ട് ED പിൻവലിക്കുകയും ചെയ്യും എന്നാണോ? അങ്ങനെയാണെങ്കിൽ ED പറയേണ്ട മറുപടിയുണ്ട്. ED അതിന് മറുപടി പറയണ്ടേ? കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സാധാരണ സമൻസ് അയച്ചിട്ട് അതിൻ്റെ പുറകെ ഒന്ന് പൊക്കിയെടുത്ത് തൂക്കിയെടുത്ത് അകത്തിടുകയാണ് ചെയ്യാറ്. സമൻസ് അയക്കാറുണ്ട്. സമൻസ് അയച്ചതിന് ശേഷം ചോദ്യം ചെയ്തു എന്നൊക്കെ വരുത്തി കഴിഞ്ഞെടുത്ത് അകത്തേക്ക് വലിച്ചെറിയും. അതാണ് ED ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലാവട്ടെ, മനീഷ് സിസോദിയ കാര്യത്തിലാവട്ടെ, സത്യേന്ദ്ര ജെയിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഹേമന്ത് സോറൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ സെന്തിൽ ബാലാജിയുടെ കാര്യത്തിലാവട്ടെ, ഒക്കെ തന്നെ അവരെ സമൻസ് അയക്കും, അവർ ചോദ്യം ചെയ്യും, പിടിച്ച് ജയിലിലിടും. ഇതാണ് ED ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരുടെ ഏറ്റവും വലിയ മുഖ്യശത്രുവായിട്ടുള്ള പിണറായി വിജയൻ്റെ മകൻ്റെ കാര്യത്തിൽ ED സമൻസ് അയക്കുകയും ആ സമൻസിന് കഴമ്പില്ല എന്ന് കണ്ട് ED പിൻവലിക്കുകയും ചെയ്യുമോ? അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും സുഹൃത്തുക്കളെ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനോട് അവർക്ക് എന്തോ പ്രത്യേക മമതയുണ്ട് എന്നല്ലേ നമ്മൾ കാണേണ്ടത്. കാരണം BJPയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ ആ പിണറായി വിജയനോട് അവർക്കെന്തോ സോഫ്റ്റ് കോർണർ ഉള്ളത് കൊണ്ടാണല്ലോ പിണറായി വിജയൻ്റെ മകനെതിരെ സമൻസ് അയക്കുകയും അതിൽ കുഴപ്പമൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് പിൻവലിക്കുകയും ചെയ്യുന്നു. അപ്പോൾ BJPക്കാർ ഇതിനകത്ത് മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ED മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നിർമ്മല സീതാരാമൻ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായത് എങ്ങനെയാണ്? ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായത് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ബേബിയുടെ സത്യസന്ധം എന്ന് തോന്നാവുന്ന ഒരു പ്രതികരണത്തിൽ നിന്നാണ്. ആ പ്രതികരണം ഒരുപാട് പുതിയ ചോദ്യങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു ബേബിയുടെ പ്രതികരണം. അപ്പോൾ ബേബിയുടെ സത്യസന്ധമെന്ന് തോന്നാവുന്ന, സ്ട്രെയിറ്റ് ഫോർവേഡും തോന്നാവുന്ന പ്രതികരണം അത് സ്ട്രെയിറ്റ് ഫോർവേഡും ഇന്നസെൻറ്റുമല്ല എന്നും അത് പിണറായി വിജയനെ കൂടുതൽ കുരുക്കിലാക്കുകയാണ് പ്രതികരണത്തിലൂടെ ബേബി ഉദ്ദേശിച്ചത് എന്നും നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ബേബി ഈ കാര്യത്തിൽ പിണറായി വിജയനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബേബിയുടെ ഇന്നസെൻറ്റും സ്ട്രെയിറ്റ് ഫോർവേഡും ആണെന്ന് തോന്നുന്ന ആ ഒരു പ്രതികരണം യഥാർത്ഥത്തിൽ പിണറായി വിജയന് മുഖമടച്ചുള്ള ഒരു അടിയായാണ് മാറിയത് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും.